കട്ടപ്പന നഗരസഭയിൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാന ലംഘനമാണ് നടക്കുന്നതെന്ന് BJP അംഗങ്ങൾ. ഇതിനൊക്കെ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മറുപടി പറയും. 3 വർഷം 3 ചെയർമാൻ തെരഞ്ഞെടുപ്പും 3 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടത്തി ജനങ്ങളെ മണ്ടന്മാരാക്കിയെന്നും BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയർമാൻ സ്ഥാനം വീതം വെച്ചതിലൂടെ ഭരണസ്തംഭനമാണ് ഉണ്ടാകുന്നത് എന്നാണ് BJP ആരോപണം. മുന്നണി അടിസ്ഥാനത്തിലല്ല, കോൺഗ്രസിലെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് ഇവിടെ ചെയർപേഴ്സൺമാരെ മാറ്റുന്നത് എന്നാണ് BJPയുടെ ആക്ഷേപം. 3 വർഷത്തിനുള്ളിൽ 3 തവണയാണ് ചെയർപേഴ്സണെയും വൈസ് ചെയർമാനായും മാറ്റിയത്. മുനിസിപ്പാലിറ്റിയിൽ എന്തെങ്കിലും വികസന പ്രവർത്തനത്തിന് തുടക്കമിടുമ്പോഴേക്കും ചെയർപേഴ്സണെ മാറ്റുന്നതിലൂടെ വികസന പ്രവർത്തനം നിലയ്ക്കും. കഴിഞ്ഞ 3 വർഷമായി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഭരണസ്തംഭനമാണ് ഉണ്ടാവുന്നത് എന്നും ആക്ഷേപമുണ്ട്. കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ്, ഈ കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ 3 വർഷമായിട്ട് ഇത് 3ാമത്തെ ചെയർപേഴ്സൻ്റെ മാറ്റമാണ്. ഇപ്പം തന്നെ 3 വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. ഈ 2 വർഷത്തിനുള്ളിൽ ഇനിയും ചെയർമാൻ സ്ഥാനം മാറ്റം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റിയത്. കാരണം ഇതൊന്നും തെരഞ്ഞെടുപ്പ് കഴിയും, തെരഞ്ഞെടുപ്പിൽ ആൾക്കാരോട് പറയുന്ന വാഗ്ദാനങ്ങളല്ല ഇവിടെ ഭരണതലത്തിലേക്ക് വരുമ്പോൾ. കാരണം ഇതൊന്നും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് സാധിക്കുന്നില്ല. ഇനിയും ചെയർപേഴ്സൺ മാറിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഓരോ ഗ്രൂപ്പ് നേതാക്കളുടെ ഇംഗിതത്തിന് വഴങ്ങിയാണ് ഭരണം നടക്കുന്നതെന്നും BJP കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. ഇതിനെല്ലാം വരുന്ന തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തിരിച്ചടി നൽകുമെന്നും കൗൺസിലർമാർ പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.